മാമ്പഴ ഷേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? മാമ്പഴ ഷേക്കിന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിനകത്ത് ചേരുന്നുണ്ട്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തേക്ക്. വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. മുറ്റത്ത് തന്നെ മാവുണ്ടെങ്കിൽ അതിൽ നിന്ന് മാമ്പഴം വീഴുന്നത് നല്ല രസമാണല്ലേ. കാറ്റ് വന്നപ്പോൾ 2 മാമ്പഴം താഴെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ചെന്ന് എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നൊരു മാമ്പഴ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. എന്തായാലും സംഭവം കിട്ടുവാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാമ്പഴം നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് കളയാം. ഇനി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി വലിപ്പം വേണ്ട. ചെറിയ കഷ്ണങ്ങളായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറോ ജ്യൂസറോ നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയ മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി മാമ്പഴങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഷേക്ക് അടിച്ച് കുടിക്കാം. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ് ഇതിടുമ്പോൾ. നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ബൂസ്റ്റാണ്. ഞാനൊരു 3 സ്പൂൺ ബൂസ്റ്റാണ്, 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ 3 മാമ്പഴമല്ല എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് ഞാൻ ചെയ്തിരിക്കുന്നത്, സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും വാങ്ങിയ പാല് അങ്ങനെ തന്നെ ഒഴിക്കുന്നത്. അതത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാല് ഇവിടെ തിളപ്പിച്ച് അത് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ തണുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലെപ്പോഴും നമ്മൾ കുറച്ച് തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് പാലിൽ ബാക്ടീരിയ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തണുത്ത പാല് അങ്ങനെ തന്നെ നമ്മൾ വാങ്ങുന്നത്, അങ്ങനെ തന്നെ ചേർക്കുന്നത് അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ച ശേഷം തണുപ്പിച്ച പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഐസ് ഇട്ടാൽ മതി. തണുപ്പ് അത്ര ആവശ്യമില്ലാത്തവർ ഐസ് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3-4 ഐസ് ക്യൂബ്സ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് മിക്സറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഒന്നടിച്ചെടുത്ത ആ ജ്യൂസിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒന്നടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മധുരം ഒന്ന് നോക്കാം. നല്ല മധുരമുള്ള മാമ്പഴം അതുപോലെ തന്നെ ബൂസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം മധുരം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. മാമ്പഴം എല്ലാം നന്നായിട്ട് അടിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളായിട്ട് മാമ്പഴ കഷ്ണങ്ങളും കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ഷേക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്കത് കിട്ടും. വേണമെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടെ അരച്ചെടുക്കാം. പക്ഷേ എന്നാലും ഇതിനകത്ത് ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കുമ്പോൾ നമുക്കൊന്നും കൂടെ കഴിക്കാനും കൂടെ നല്ല രസമാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാമ്പഴ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മാമ്പഴമൊക്കെ വെച്ച് നല്ല ഗാർണിഷ് ചെയ്തെടുക്കാം. കാണാനും ഒരു ഭംഗി വേണമല്ലോ. ഏകദേശം ഒരു 4 ഗ്ലാസ്സിനുള്ള കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 3 ഗ്ലാസ്സിലേക്ക് അത് പകർത്തി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാം. ശരിക്കും മാമ്പഴത്തിൻ്റെ ആ ഒരു കളറും മാമ്പഴത്തിൻ്റെ ആ ഒരു രുചിയും ബൂസ്റ്റിൻ്റെ ആ ഒരു കളറും ബൂസ്റ്റിൻ്റെ രുചിയും കൂടെ വന്നപ്പോൾ കിട്ടുവാണ് എന്തൊക്കെ പറഞ്ഞാലും ഐറ്റം. ഞാൻ അതൊന്ന് ഗാർണിഷ് ചെയ്യട്ടെ. ഇനി ഈ മാമ്പഴ ഷേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ വീതം ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാമ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ മാമ്പഴം കൂടി ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞു നമ്മുടെ കിടിലൻ മാമ്പഴം ഷേക്ക്. ഇങ്ങനത്തെ ഒരു മാമ്പഴം ഷേക്ക് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. നല്ല ജ്യൂസിയാണ്. ഷേക്കിൻ്റെ പോലെ നല്ല തണുപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, കുടിക്കാം. വെരി ടേസ്റ്റി. അപ്പോൾ മാമ്പഴം ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എത്ര കുടിച്ചാലും മതി വരില്ല. ഞാൻ കുടിച്ച് വയർ ഫുള്ളായി രാത്രി അത്താഴം കൂടെ കഴിച്ചില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട.
എത്ര കുടിച്ചാലും മതി വരാത്ത സൂപ്പറായിട്ടുള്ള മാംഗോ ഷേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. കിട്ടുവാണ്. 2 ഗ്ലാസ് കുടിച്ച് എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.